ആകുന്ന പ്രകാരം സകല മനോവിനയത്തോടും ശാന്തതയോടും ദീർഘക്ഷമയോടും നടപ്പി. സ്നേഹത്തിൽ തമ്മിൽ സ്നേഹിക്കുന്നവരും സമാധാനത്തിൽ ആത്മാവിൻ്റെ ഐക്യം കാത്തുകൊള്ളുവാൻ താല്പര്യമുള്ളവരുമായിരിക്കും. നിങ്ങളുടെ വിളിയുടെ ഏകശരണത്തിൽ നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്ന പ്രകാരം നിങ്ങൾ ഏക ശരീരത്തിലും ഏക ആത്മാവിലും ഇരിപ്പാനായിട്ട് തന്നെ. എന്നാൽ ഒരു കർത്താവും ഒരു വിശ്വാസവും ഒരു മാമോദീസായ്മയുള്ളൂ. എല്ലാവരുടെയും പിതാവും എല്ലാവരുടെ മേലും എല്ലാവരും കൂടിയും എല്ലാവരിലും വ്യാപരിക്കുന്നവനും ഏകദൈവമാകുന്നു. ആഹായ് ബാറക്കുമോ. ഇതാ പുറത്ത് അങ്ങയെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു.
എല്ലായ്പ്പോഴും സദാനേരത്തിലും ഇടപെടാതെ അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. സ്വന്തം ശരീരത്തിന് തന്നെ പുരോഹിതനായി തീർന്ന നിർമ്മല ബലി സ്ലീവായിന്മേൽ സ്നേഹപൂർവ്വം സ്വയം ഒരുക്കുകയും സ്വജാതികളെയും വിജാതികളെയും തന്റെ മരണത്താൽ രക്ഷിക്കുകയും ചെയ്ത അനുഗ്രഹീത കുഞ്ഞാടുമായ കർത്താവേ, നിനക്ക് ദൈവികമായി സ്തോത്രബലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികളിലും ഞങ്ങൾ ആയുസ്സോടുകൂടിയിരിക്കുന്ന എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. അനുഗ്രഹിക്കുന്നവനായ കർത്താവിന്റെ മുമ്പാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന് മുമ്പാകെയും ദിവ്യവും സ്വർഗീയവുമായ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെയും ഭയങ്കരമായ വിശുദ്ധ കുർബാനയുടെ മുമ്പാകെയും ഈ വന്യപിതാവിന്റെ കൈകളാൽ കുന്തിരിക്കം വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ തിന്മകളെ ഓർക്കാതെ വായിച്ചില്ലായ്മ ചെയ്യുന്നവനുമായ ദൈവമായ കർത്താവേ, നിന്റെ സ്നേഹകാരുണ്യത്താൽ എന്റെ നാഥ എണ്ണപ്പെടുവാൻ പാടില്ലാത്തവണ്ണം വളരെയും വലിയവയുമായ എന്റെ പാപങ്ങളും വിശ്വാസമുള്ളതിന്റെ സർവജനത്തിന്റെ പാപങ്ങളും വായിച്ച് ഉത്തമനെ ദേവതോന്നിയങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയിൽ ഞങ്ങളെ നീ ഓർത്തുകൊള്ളണമേ. അതിനാൽ എന്റെ നാഥ, ഞങ്ങളുടെ മാതാപിതാക്കളുടെയും സഹോദരീ സഹോദരങ്ങളുടെയും പ്രഭുക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വാങ്ങിപ്പോയവരുടെയും വിശുദ്ധിയും മഹത്വമുള്ള നിന്റെ സഭയുടെ മക്കളാവുന്ന വിശ്വാസികളായ സകല വാങ്ങിപ്പോയവരുടെയും ആത്മാക്കളെ നീ ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും ദേഹികളെയും നീ ആശ്വസിപ്പിച്ച കരുണയും ആർദ്രതയുമാകുന്ന പരിനീർ അവരുടെ അസ്ഥികളിൽ മേത്തടയ്ക്കണമേ. ഞങ്ങളുടെ രാജാവായ മശിഹാതമ്പുരാനേ, കർത്താവേ, മഹത്വനാഥ, ഞങ്ങൾക്കും അവർക്കും പാപപരിഹാരം നൽകുന്നവനും നീ ആയിരിക്കണമേ. എന്റെ കർത്താവേ, ഞങ്ങൾക്ക് ഉത്തരവരുളണമേ. ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളണമേ. ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളുകയും ചെയ്യണമേ. ദൈവമേ, നിന്റെ കരുണയാൽ കഠിനതരങ്ങളായ സകല ശിക്ഷകളെയും ഞങ്ങളിൽ നിന്ന് ദൂരത്താക്കണമേ. കർത്താവേ, നിന്റെ കാരുണ്യത്താൽ കോപവടികൾ ഞങ്ങളിൽ നിന്ന് വിലക്കി കടത്തി കളയണമേ. സമാധാനവരുഷങ്ങളോത്തവുമായ നിങ്ങളെല്ലാവരെയും യോഗ്യരാക്കണമേ. നിനക്ക് ഇഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്തീയ പരിപൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യമായി തരണമേ. നല്ല ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. അതിപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും തന്നെ. വലിയവനും കരുണാസമ്പന്നനും സകലവും പൂർത്തീകരിക്കുന്നവനുമായ ദൈവമേ, ബലികളെ കൈക്കൊള്ളുന്നവനായ നീ നിന്റെ ജനങ്ങളെ സ്വയം ബലിയായി തീർന്നു. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി നിന്നെ
തോറും ഞങ്ങളുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും വിശുദ്ധീകരിക്കുവാൻ വേണ്ടി ഈ സമയത്ത് ഞാൻ നിങ്ങളിലേക്ക് നോക്കി അപേക്ഷിക്കുന്നു. നീ ഞങ്ങൾക്ക് പാപപരിഹാരം നൽകുന്നവനും വിശുദ്ധിയും വിശുദ്ധീകരണം നൽകുന്നവനും ആയിരിക്കണമേ. കർത്താവേ, ദിവ്യവും ബഹുമാന്യവുമായി ബലി വാഴ്ത്തപ്പെട്ടവനായ നിന്റെ പിതാവിന്റെയും വിശുദ്ധാത്മാവിന്റെയും കൃപ മൂലം തിരുസന്നിധിയിൽ ഞങ്ങളുടെ രക്ഷയ്ക്കും നിന്നിലുള്ള പ്രത്യാശയിൽ മുൻകൂട്ടി നിദ്ര പ്രാപിച്ച ഞങ്ങളുടെ മാതാപിതാക്കളും സഹോദരീ സഹോദരങ്ങളും ഗുരുക്കന്മാരുമായവരുടെ വീണ്ടെടുപ്പിനായി തീരുവാൻ നിനക്ക് പ്രസാദം തോന്നണമേ. ആയതിന്റെയും വാഴ്ത്തപ്പെട്ടതിന്റെ പിതാവിന്റെയും നിന്റെ പരിശുദ്ധാത്മാവിന്റെയും കൃപയാൽ സാധിക്കുമാറാകണമേ. ഓശോ ദൈവത്തിൽ നിന്ന് ഞങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ടിലോ കൈക്കൊള്ളുമാറാകട്ടെ. ബലഹീനനും പാപിയുമാവുന്ന ദാസനായ ഇപ്രകാരം കീർത്തിച്ചു ചെല്ലുന്നു. പരിശുദ്ധനായ പിതാവ് പരിശുദ്ധൻ, പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധൻ, ജീവനും വിശുദ്ധിയുള്ള റൂഹാ
ഞങ്ങളുടെ കൽപ്പന
പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകപുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സമത്വവും ആവാസവും എന്റെ സഹോദരങ്ങളെയും നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം
സർവശക്തിയുള്ള പിതാവേ, ഞങ്ങളോട് കരുണ ചെയ്യണമെന്ന് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സ്വർഗരാജ്യത്തിൽ
സ്തോത്രവും സമർപ്പിക്കുന്നു. അതിപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും തന്നെ. ഇന്നും ഈ ആയുഷ്കാലത്ത് നമ്മുടെ അധ്യക്ഷന്മാരായിരുന്ന 4 ഭാഗങ്ങളിലുള്ള ദൈവത്തിന്റെ വിശുദ്ധ സഭകളെ വിശുദ്ധീകരിക്കുന്ന ശുദ്ധിവാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായ ദൈവത്താൽ നിലനിർത്തിട്ട് പോരുന്ന നമ്മുടെ മാതൃകേശന്മാരായ ആബൂന്മാർ ഇഗ്നാത്യോസിനു വേണ്ടിയും ആബൂന്മാർ ബസേലിയസിനു വേണ്ടിയും ആബൂന്മാർ ഗ്രിഗോറിയോസിനു വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടക്കാരൻ ഈ വന്യപിതാവിനു വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സകല എപ്പിസ്കോപ്പന്മാർക്ക് വേണ്ടിയും മഹത്വവും ഭയങ്കരമായ പരിശുദ്ധ ഈ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. നിന്റെ ദിവ്യോപദേശങ്ങളെ പ്രകാശത്താൽ നിന്റെ സ്നേഹിതരെ പ്രകാശിപ്പിക്കണമേ. നല്ല കാലങ്ങളും ശാന്തവും സമാധാന സമൃദ്ധമായ ജീവിതവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. അതിപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും തന്നെ. സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, പലവിധമായ കഠിന പരീക്ഷകളിൽ അകപ്പെട്ട് നിന്നിൽ ആശ്രയിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിനു വേണ്ടിയും ഈ നാഴികയിലും ഈ സമയത്തും ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസാരരും ബലഹീനരുമായ ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യം ഐക്യവും അഭിവൃദ്ധിയും ഉണ്ടാകുവാനായിട്ടും അവർ സുഹൃതമുള്ളവരായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ദുഃഖിതരെയും ദരിദ്രരെയും അഗതികളെയും പരദേശികളെയും നിരാശ്രയരെയും ബന്ധിതരെയും അടിമകളെയും വിധവകളെയും അനാഥരെയും നീ സംരക്ഷിച്ചു പുലർത്തണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. അതിപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും തന്നെ. നാല് ഭാഗങ്ങളുള്ള ദൈവത്തിന്റെ സഭകളെയും ദേറാകളെയും സത്യവിശ്വാസത്തിൽ നിലനിർത്തി ഉറപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സകല ഭരണകർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാര വിശ്വാസികളുമായ ഞങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹം മുഴുവനും സുഹൃത്തുമുള്ളവരായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ശാന്തവും ആനന്ദകരമായ ജീവിതം തിരുമുമ്പാ നയിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളെ ഭരിക്കുന്നവരുടെ ദൃഷ്ടിയിൽ ഞങ്ങൾക്ക് കരുണ ലഭിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. അതിപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും തന്നെ. ഭൂമിയിലെ സർവംശങ്ങളിൽ നിന്ന് ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയും ഭാഗ്യവതിയുമായ ദൈവമാതാവായ വിശുദ്ധ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു.
അവളോടുകൂടെ പരിശുദ്ധന്മാരായ നബിയന്മാരെയും പ്രസംഗക്കാരായ സ്ത്രീഹന്മാരെയും ഏവൻഗേരിസ്തന്മാരെയും സഹോദരന്മാരെയും അഭ്യാനന്മാരെയും ഭാഗ്യവാനും തന്റെ യജമാനന്റെ മുന്നോട്ടക്കാരനുമായ മാർ യൂഹാനൻ മാബാനയെയും ഷമാസന്മാരിൽ പ്രധാനിയും സഹോദരന്മാരിൽ മുമ്പനുമായ പരിശുദ്ധനും മഹത്വമുള്ളവനുമായ മാർ സ്തെഫാനോസിനെയും സ്ലീഹന്മാരിൽ തലവന്മാരായ ഉന്നതപ്പെട്ട മാർ പത്രോസിനെയും മാർ പൗലോസിനെയും നമ്മുടെ പിതാവായ മാർ തോമാസ്ലീഹായെയും ശേഷം സകല ശുദ്ധിവാന്മാരെയും ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നീതിപൂർവമായ പ്രവർത്തികളാൽ നിന്നെ പ്രീതിപ്പെടുത്തിയുള്ളവരുടെ പ്രാർത്ഥനയാലും അപേക്ഷയാലും അവരോടൊരുമിച്ചുള്ള അവകാശത്തിന് മോഹരിക്ക് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിൽ സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. അതിപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും തന്നെ. പാർക്കുമോ സ്നേഹികവും കുറ്റരഹിതവുമായ വിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചെന്നവരായ ശുദ്ധിമാന്മാർ സ്ഥലത്ത് ശുദ്ധിയോടെ മുൻകൂട്ടി നിർവാഹിച്ച് വിശ്രമിക്കുന്നവരെയും നിക്കായിലും കുസ്തന്തീനോസ് പോലീസിലും എഫേസോസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ 3 പൊതുസ്വനദോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും മൽപ്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തിന് ചെരുവായ പിതാക്കന്മാരെയും ഊർശ്ലേമിന്റെ 1-ാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും സ്നേഹായും സഹായുമായ യാക്കോബും ഇഗ്നാത്യോസും ക്ലീമീസും ദിവന്നാസ്യോസും അതാനാസ്യോസും യൂലിയോസും ബസേലിയോസും ഗ്രിഗോറിയോസും ദിയസ്കോറോസും തീമോഥിയോസും ബീരസീനോസും അന്തിമോസും യാവാനീസും വചനമായ ദൈവം ശരീരയായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാൻ ഉന്നതപൂർവമായ പ്രസിദ്ധാത്മാകുലീരോസും സുറിയാനിക്കാട് കിരീടവും ദൈവത്തിന്റെ വിശുദ്ധ സഭ മുഴുവന്റെയും വിവേകമുള്ളവായും തൂണും മൽപ്പാനും പുഷ്പങ്ങളും നിറഞ്ഞതായി മെച്ച സ്ഥലവും മറിയാം സംശയരഹിതേ ദൈവമാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ചവനുമായ പാത്രികീസ്മാർ സെവേറിയോസും സത്യവിശ്വാസത്തെ നിലനിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ പാവമായ യാക്കോബ് പ്രധാനായും മറപ്രേമം മറിയാക്കോബും മറിസാക്കും മാപാലായും ദുഃഖിതന്മാരായ മാബസുമായും മാർശമുന്തസ്തുനിയും തെരഞ്ഞെടുക്കണമായ മഹായും എൽദോമാർ ബസേലിയോസും മലങ്കരയുടെ പരിശുദ്ധന്മാരായ മാർഗ്രിയോറിയോസും ദിവനാസിയോസുമായ പിതാക്കന്മാരെയും ചുവടുള്ളതും കുറ്റമില്ലാത്തതുമായ വിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചവരായ ഇവരുടെ മുമ്പും ഇവരുടെ കൂടെയും ഇവരുടെ മുഴുവനെയും ഞങ്ങൾ ഓർക്കുന്നു. അവിടെ പ്രാർത്ഥന കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, പരിശുദ്ധ 3 സുന്നതദോസുകളിലെ സത്യവിശ്വാസമാകുന്ന പാറമേൽ ഞങ്ങളെല്ലാവരെയും കൃപയോടെ സ്ഥിരപ്പെടുത്തണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. അതിപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും തന്നെ. അരുകളുടെയും സജടങ്ങളുടെയും ഉടയവനായിക്കാവാൻ ദൈവമേ, സത്യവിശ്വാസം കൂട്ടി നിത്രാവച്ച് വിശ്രമിച്ച് നിന്റെ അടുക്കളയിൽ വളർന്നിയായിരുന്നവരായ ഈ പരിശുദ്ധ മധുവായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്തു നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസവും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകലമനുഷ്യരുടെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും നരുവികളെയും തന്റെ അടുക്കിലേക്ക് ഉയർത്തുകൊണ്ടവനായ നമ്മുടെ ദൈവമായ മിശിഹായോട്
ധാരാളമായ തന്റെ അനുഗ്രഹം മൂലം കടങ്ങളുടെ പരിഹാരവും പാപമോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മെയും അവരെയും തന്റെ സുഖരാതി ചേർത്തോടുവാനുമായി നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം കുടിയേരാസോന്ന് അഡ്രസ് പറയണം. But
പരമാർത്ഥതയുള്ള നാവോടും ശരീരവെളിപ്പോടും ആത്മധൈര്യത്തോടും കൂടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് ഞങ്ങൾ നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഉത്തമനും കാരുണ്യവാനുമായ പിതാവാം ദൈവമേ, നിന്റെ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ ഞങ്ങളെ നീ അർഹരാക്കി തീർത്തുവല്ലോ. കഠിന പരീക്ഷണങ്ങൾ ഞങ്ങളെ രക്ഷിക്കണമേ. ദുഷ്ടനിൽ നിന്നും അവന്റെ സകലശക്തിയിൽ നിന്നും ദുഷ്ടന്മാരുടെ ഉപദ്രവങ്ങൾ ഞങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. അതിപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും തന്നെ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അണയ്ക്കപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങളിലേക്കുള്ളത് മുമ്പ് വീണ്ടും കരുണയുള്ള കർത്താവിന് മുമ്പാകെ നാം തലകുനിക്കണം. വലിയവരും സർവാധിപതിയുമായ രാജാവേ, നിന്റെ മേലധികാരത്തിന് ചെങ്കോളിന് കീഴിൽ സകല സൃഷ്ടികളും അടങ്ങി നിൽക്കുന്നു. ഇപ്പോൾ തിരുമുമ്പാകെ തലമുറിച്ചു നിൽക്കുന്ന നിന്റെ വിശുദ്ധ സഭയ്ക്ക് നിന്റെ അനുഗ്രഹങ്ങൾ നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. അതിപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും തന്നെ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ദൈവമേ, പരിശുദ്ധവും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്ത സ്വയംഭൂവും അനാദ്യവും അന്യവും സാരാംശത്തിലൊന്നായിരിക്കുന്നതുമായ കർത്തൃത്വത്തിന്റെ കൃപയും കരുണയും എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഭയത്തോടും വിറയലോടും കൂടെ നാം സൂക്ഷിക്കണം. ഈ വിശുദ്ധതകൾ വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും നൽകപ്പെടുന്നു. കരുണയോടെ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ വിലയേറിയ അനുഭവങ്ങൾ മൂലം ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ ഉണ്ടായിട്ടുള്ളതുണ്ടാകുവാനുള്ളതുമായ സ്ഥലത്തെയും പൂർണ്ണമാക്കുന്ന ജീവനുള്ള ഏകപരിശുദ്ധ റൂഹായും നമ്മോടുകൂടെ
ഈ സമയത്ത് ഭദ്രാസനത്തിന് വേണ്ടി പ്രത്യേകമായ പ്രാർത്ഥന നടത്തുകയാണ്. ഈ ഭദ്രാസനത്തിൻ്റെ ആരംഭം മുതൽ ഇതിനെ നയിച്ചതായ മറ്റൊരു ബാബായെയും ഔഗ്യൻ ബാബയും കൊക്കോമേശ്വരിയും മറ്റു ഭദ്രാസന്മാരെയും ഒക്കെ ഈ സമയത്ത് ഓർക്കണം. അതുപോലെ ഈ ഭദ്രാസനത്തിൽ പ്രവർത്തിച്ച് ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോയ ആചാര്യന്മാരെയും മറ്റ് നമ്മുടെ മാതാപിതാക്കളെ സഹോദരങ്ങളെയും ഒക്കെ ഓർക്കുകയും അതോടൊപ്പം തന്നെ ഇന്ന് ജീവിച്ചിരുന്നുകൊണ്ട് ഈ ഭദ്രാസനത്തിൽ നേതൃത്വം നടത്തുന്നതായ ബഹുമാനപ്പെട്ട വൈദികരെയും അതുപോലെ തന്നെ ജനങ്ങളെയും എല്ലാവരെയും ഓർത്ത് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഈ സമയത്ത് ഈ പറയുന്ന എല്ലാവരെയും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കണമെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. തന്റെ സ്വന്തം രക്തത്താൽ സഭയെ മണവാട്ടിയായി വേർതിരിച്ച സത്യമണവാളനായ കർത്താവായ യേശു മിശിഹ വിശുദ്ധ സഭയ്ക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ അപേക്ഷയെ കേൾക്കണമേ. പ്രത്യേകിച്ച് ഈ കണ്ടനാട് ഭദ്രാസനത്തിന്റെ അനുഗ്രഹങ്ങളും കൃപകളും ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ തിരുസന്നിധിയിൽ യാചന സമർപ്പിക്കുന്നു. നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധാത്മാവിനും പ്രസാദമുള്ള ബലി അർപ്പിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ വിശുദ്ധ പുരോഹിതവർഗമാക്കി തീർക്കണമേ. നീ തലയായിരിക്കുന്ന ശരീരത്തിലെ അനുസരണയുള്ള അവയവങ്ങളായി ഞങ്ങളെ പൂർത്തീകരിക്കണമേ. തായ്തടിയാകുന്ന നിന്നിൽ നിന്ന് ശിഖരങ്ങളാകുന്ന ഞങ്ങൾ ശക്തിയാർജിച്ച് സമൃദ്ധമായ ഫലം കായ്ക്കുമാറാകണമേ. സാത്താനിൽ നിന്നും വേദവിപരീതികളായ ചെന്നായ്ക്കളിൽ നിന്നും നിന്റെ ആടുകളെ കാത്തുകൊള്ളണമേ. സകലത്തെയും രക്ഷിച്ച് നിത്യജീവൻ നൽകുവാൻ വന്നവനെ, നിന്റെ ശിഷ്യരായ ഞങ്ങൾ ആദ്യമേ പൂർണ്ണമായ പാപമോചനം പ്രാപിച്ച് ദൈവികരായി തീരുമാറാകണമേ. സകല ജാതികളെയും നിന്റെ ശിഷ്യരാക്കുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകുകയും ചെയ്യണമേ. സ്വസ്ഥതയും ലൗകികത്വവും ജഡോല്ലാസവും ഭിന്നതകളും നീങ്ങി പരിശുദ്ധാത്മഫലം കൊണ്ട് നിറയ്ക്കുവാൻ ഞങ്ങൾക്ക് സംഗതിയാക്കണമേ. പിതാവ് രക്ഷകനായി നിന്നെ അയച്ചു എന്ന് ലോകം വിശ്വസിക്കത്തക്കവണ്ണം പിതാവ് നിന്നിലും നീ പിതാവിലുമായിരിക്കുന്നത് പോലെയുള്ള ഐക്യം ഞങ്ങൾ തമ്മിലുണ്ടാകണമേ. അങ്ങനെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലും മാതാപിതാക്കളും മക്കളും തമ്മിലും തൊഴിലാളികളും മുതലാളികളും തമ്മിലും വിവിധ മതങ്ങൾ തമ്മിലും വിവിധ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലും വിവിധ രാഷ്ട്രങ്ങൾ തമ്മിലും ഐക്യതയുണ്ടാകണമേ. കർത്താവേ, നീ പ്രകാരം അരുളി ചെയ്തിരിക്കുന്നുവല്ലോ, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർക്കും. കർത്താവേ, ഈ ലോകം ശാശ്വതമല്ലെന്നും പരലോകവാസത്തിനായുള്ളതായ ഒരുക്കകാലമാണെന്നും ഓർത്ത് നാൾതോറും ഒരുങ്ങി ജീവിക്കുവാനും അനേകരെ ആ ഭവനത്തിന് യോഗ്യരാക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. സഭയിലെ എല്ലാ വികസന പ്രവർത്തനങ്ങളെയും പ്രത്യേകിച്ച് ഈ കണ്ടനാട് ഭദ്രാസനത്തിലെ സകല വികസന പ്രവർത്തനങ്ങളെയും ആത്മീക പ്രസ്ഥാനങ്ങളെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളെയും സുശേഷവേലയെയും നീ അഭിവൃദ്ധിപ്പെടുത്തണമേ. ഞങ്ങളെല്ലാവരും നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധാത്മാവിനെയും എന്നാളെ മഹത്വപ്പെടുത്തുവാൻ സംഗതിയാക്കണമേ. ദൈവമായ ദൈവാത്മാവേ, പരിശുദ്ധന്മാരെ ഞങ്ങൾ ദൈവമാതാവേ, പരിശുദ്ധന്മാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഹോശോ കുലസ്താൻ ലോൽമീൻ ബാറക്മോ. ഞങ്ങളുടെ പിതാവേ, പരീക്ഷ
ഇടപെടാതെ അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. ബാധിക്കുമോ മണ്ണയിലായ ആചാര്യന്മാരെ തനിക്ക് തിരഞ്ഞെടുക്കുകയും ദിവ്യ അധികാരത്താൽ അവരെ അലങ്കരിക്കുകയും ആവശ്യക്കാർക്ക് തന്റെ സമ്പത്തിനെ വിഭജിച്ചു കൊടുക്കാനായി തന്റെ ശ്രീഭണ്ഡാരത്തിന്മേൽ അവരെ നിയോഗിക്കുകയും ചെയ്തവനായ കർത്താവിന്റെ സ്തുതിയും. കർത്താവേ, ഞങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയിട്ടുള്ള എല്ലാ പിതാക്കന്മാരെയും പ്രത്യേകിച്ച് കണ്ടനാട് ഭദ്രാസിൽ നിന്ന് വാങ്ങിപ്പോയിട്ടുള്ള സകല വൈദികരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നതായ ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികളിലും ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബഹുലപുണ്യവുമോ സ്വന്തമായ ഞങ്ങളുടെ കർത്താവ് ബാധിക്കോ ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹ താൽക്കാലിക ആയുസ്സിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന നിന്റെ ദിവ്യരഹസ്യങ്ങളുടെ ആചാര്യന്മാരുടെയും പ്രത്യേകാഴ്ചകളിൽ നിന്ന് വാങ്ങിപ്പോയിട്ടുള്ള പിതാക്കന്മാരുടെയും ഈ ഭദ്രാസനത്തിലെ വൈദികരെയും ഓർമ്മ കഴിക്കുന്ന ഈ സമയത്തിൽ ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. പ്രതിപകരം ചെയ്യുവാനായി നീ വരുമ്പോൾ വെളിപ്പോട് നിനക്ക് ആചാരം ചെയ്തിട്ടുള്ള നിന്റെ സ്ത്രീകന്മാരുടെയും അറിയിപ്പുകാരുടെയും കൂട്ടത്തിൽ ബാക്കിയുള്ള പ്രതിഫലം നീ അവർക്ക് നൽകണമേ. അവർ ശുശ്രൂഷിച്ചിട്ടുള്ള നിന്റെ വിശുദ്ധ കൂടാശകളുടെ കൃപനിമിത്തം പാതാളത്തിലെ അതിവേദനകളിൽ നിന്ന് അവരെ സ്വാതന്ത്ര്യപ്പെടുത്തേണ്ടമേ. കൂദാശിക മൂലം അവരിൽ സംഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന ആത്മീയ താൽപര്യങ്ങളിലും ദൈവിക ധ്യാനത്തിലും ഉൾപ്പെടുവാനും കർത്താവേ, ഇവരെ നീ യോഗ്യരാക്കി തീർക്കണമേ. അവർ ദീർഘശ്വാസത്തോടുകൂടെ ആനന്ദിക്കുകയും സ്ത്രീകന്മാരോടുകൂടെ സ്തുതിക്കുകയും പുണ്യമുള്ള വട്ടക്കാരോടുകൂടെ നിന്നെ വാഴ്ത്തുകയും സ്തുതിവാക്കപ്പെട്ട ശുശ്രൂഷക്കാരോടുകൂടെ ഇടപെടാതെ സ്തുതികൾ സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങളുടെ സ്തോത്രത്തിന്റെ പ്രധാനാചാര്യനായ യേശുമിശിഹ സ്വർഗീയ അത്യാധിപന്മാരുടെ സഭയിൽ പ്രകാശത്തിന്റെ മക്കളോടുകൂടെ അവർ നിന്റെ മുമ്പാകെ കാണപ്പെടുമാറാകണമേ. അവരോടുകൂടെ നിനക്കും വാഴ്ത്തപ്പെട്ടവനായ നിന്റെ പിതാവിനും പരിശുദ്ധർക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ എന്നും കരേറ്റുകയും ചെയ്യുമാറാകണമേ. ഹോശോ നിങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ടിലോകങ്ങളിലും എന്ന് വന്നേക്കുന്ന കൈക്കൊള്ളുമാറാകട്ടെ. മക്കളിൽ അല്പം കൃപ ചെയ്യുന്നതുപോലെ ഹല്ലേലൂയ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. ോലം
കർത്താവേ, നിന്നെ ഭക്ഷിപ്പാൻ എന്നെ യോഗ്യനാക്കണമേ. നിന്റെ പരിശുദ്ധ ശരീരമാകുന്ന ഭക്ഷണം മൂലം എന്റെ ദുർമോഹങ്ങൾ ക്ഷയിച്ചു പോവുകയും നിന്റെ ജീവനുള്ള കാസായാകുന്ന പാനീയത്താൽ എന്റെ ദുർവികാരങ്ങൾ ശമിക്കുകയും ചെയ്യുമാറാകണമേ. എന്റെ കർത്താവും ദൈവവുമേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്നാൽ ഞാൻ യോഗ്യനായി തീരണമേ. ആമേൻ.
പരിശ്രമിച്ച് സംബന്ധിച്ചവരും സംബന്ധിക്കുന്നവരുമായ എല്ലാവരുടെ പേരും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ കരുണ നമ്മുടെ പേരും അവരുടെ പേർ രണ്ടിലും ഉണ്ടായിരിക്കട്ടെ. പത്രയും സഭയുടെ
ഉത്തരവാദിത്തപ്പെട്ടവരുമേ, ഈ ധൃതം നിങ്ങളുടെ കടങ്ങളെ ക്ഷമിക്കുകയും നിങ്ങളുടെ കുറ്റങ്ങളെ പരിഹരിക്കുകയും നിങ്ങൾ വാങ്ങിപ്പോയിരിക്കുന്ന ആത്മാക്കളെ താൻ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാനോ ബലഹീനനും പാപിയുമാവുന്ന ദാസൻ നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണകളും സഹായങ്ങളും കണ്ടെത്തുമാറാകട്ടെ. നിങ്ങളോ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്താൽ അനുഭവിക്കുകയും എന്നേക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയും. ഭദ്രാസനത്തിൽ ആദ്യമായിട്ട് നിർവഹിക്കപ്പെട്ടപ്പോൾ അത് ഈ കത്തീഡ്രൽ ഇടവയിലായി എന്നുള്ളതിൽ ഇതിൻ്റെ ചുമതലക്കാരായിരിക്കുന്നവർക്കും ഇടവക്കാർക്കൊക്കെയും വളരെയേറെ സന്തോഷവും നന്ദിയുമുണ്ട്. അത് പ്രത്യേകമായി ദൈവത്തോട് നന്ദി അർപ്പിക്കുന്നതോടൊപ്പം ഇതിനുവേണ്ടി നേതൃത്വം നൽകുകയും ഇപ്രകാരം ഈ കാര്യങ്ങൾ സ്ഥിരീകരിക്കുകയും ചെയ്തതായ തിരുമനസ്സിനോടുള്ളതായ സന്തോഷം, നന്ദി, ഭക്തിയും കൃതജ്ഞതാപൂർവ്വം ഈ അവസരത്തിൽ അറിയിക്കുക. ഇനി നടക്കുന്ന കാര്യങ്ങൾ